എൻ യഹോവേ നിൻ പദതാരിൽ ഞാനിതാ. ഈ അധരങ്ങൾ നിൻ സ്തുതി പാടി ആരാധിക്കാൻ അണയുമ്പോൾ അടിയാരിൽ അരുളിൻ പൂമഴകൾ ചൊരിയൂ ആശ്വാസദായകനേ. നിൻ പുകൾ പാടുമ്പോൾ സ്വർഗീയാനന്ദം അവദാനമാലപിക്കാം. സാറാഫിൻ വൃന്ദം സ്വർഗീയ ഗാനം പാടി പാടി ഘോഷിച്ചിടുമ്പോൾ അബലന്മാർ ഞങ്ങൾ അനുതാപ കണ്ണീർ തൂകി പാടും വാനവരോടൊപ്പം. എൻ യഹോവ എൻ സങ്കേതം നിൻ തിരുസവിധേ ജയഘോഷം. പ്രാഭവമേറും ആ തിരുരൂപം നിൻ തിരുവിഷ്ടാൽ കാണുമ്പോൾ. വളരെ വിശിഷ്ടാതിഥികൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയോടുള്ള സാന്നിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സമാപന സമ്മേളനം ആരംഭിക്കുന്നു. സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നതിന് തിരുവനന്തപുരത്ത് സിനഡ് പ്രസിഡന്റ് ഡോക്ടർ സ്വപ്നാനന്ദ പ്രാർത്ഥനയോട് ക്ഷണിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇന്ത്യയിലേക്ക് ലൂഥറൻ സഭയുടെ തിരുവനന്തപുരം സിനഡിൽ ബാലരാമപുരം സർക്കിളിലെ യുവതി യുവാക്കൾക്കായി ദൈവത്തിന്റെ വലിയ വഴിയിൽ ആശ്രയിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ലൂഥറൻ യൂത്ത് ഫെസ്റ്റിന്റെ സമാപന സമ്മേളനത്തിലേക്ക് നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ കടന്നു വന്നിരിക്കുന്നു. ഈ ദേവാലയത്തിനുള്ളിൽ ഇരിക്കുന്നവരും ഈ ദേവാലയ പരിസരത്ത് ആയിരിക്കുന്നവരും ഈ സമ്മേളനം തീരുന്നതുവരെ പരിപൂർണമായ നിശബ്ദത പാലിക്കണമെന്നും അതോടൊപ്പം ഈ സമ്മേളനത്തിന്റെ വിജയത്തിനായി പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നും ആദ്യമായി ഞാൻ നിങ്ങളെ ഏവരെയും പരിശുദ്ധനായ ദൈവത്തിന്റെ നാമത്തിൽ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ ഈ സമാപന സമ്മേളനം നാം ആരംഭിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വെൺപകൽ ലൂഥറൻ സഭയിലെ പട്ടക്കാരനായിരിക്കുന്ന റവറൻഡ് കെ സ്റ്റെഫാനോസ് അവരെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ധനങ്ങളിൽ പണക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹമുള്ള സമയത്തിനായി നന്ദി പറയുന്നു. ഇന്ത്യ ഇവാഞ്ചലിക്കൽ ലൂഥറൻ ചർച്ച് ബാലരാമപുരം സർക്കിൾ ലൂഥറൻ യൂത്ത് ഫെസ്റ്റിലേക്ക് അവിടുന്ന് ഞങ്ങളെ വഴി നടത്തിയ കുറകൾക്കായി നന്ദി പറയുന്നു. കർത്താവേ, കഴിഞ്ഞ 2 നാളുകളിൽ സാഹിത്യ മത്സരങ്ങളിലൂടെയും മറ്റ് കലാവേദികളിലൂടെയും വിവിധ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് പ്രതിഭകളിലൂടെ ലഭിക്കാൻ ഇടയായല്ലോ. നന്ദി പറയുന്നു. തിരുവനന്തപുരം സിനഡിന്റെ ചരിത്രത്തിൽ ബാലരാമപുരം സർക്കിളിൽ ഇപ്രകാരമുള്ള ഒരു യൂത്ത് ഫെസ്റ്റിന് തുടക്കം കുറിക്കുവാൻ തക്കവണ്ണം
സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കൃപകൾക്കായി നന്ദി പറയുന്ന കർത്താവേ, ലൂഥറൻ യൂത്ത് ഫെസ്റ്റിലേക്ക് സ്ഥലസഭകളെ പ്രതിനിധീകരിച്ച് സഭാവിശ്വാസികളും കലാമത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ സന്നിഹിതരായ കലാപ്രതിഭകൾക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യൂത്ത് ഫെസ്റ്റിന് നേതൃത്വം നൽകി ഇത്ര വിജയകരമായ യുദ്ധത്തിൽ നടത്തിയ ബാലരാമപുരം സർക്കിൾ യൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രമോട്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ രക്ഷാധികാരിയായി പ്രവർത്തിച്ച കർത്തദാസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്ര ചന്തമായി, ഭംഗിയായി, ക്രമമായി, ഉചിതമായി 2 നാളുകളിൽ ഇവിടെ ഭംഗിയാവണം നടത്തുവാൻ അവിടെ നിന്ന് നൽകിയതിനായി കർത്താവേ, ലൂഥറൻ യൂത്ത് ഫെസ്റ്റിന്റെ സമാപന സമ്മേളനത്തിലേക്ക് ഞങ്ങളെ അങ്ങ് നയിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ 2 നാളുകളിൽ ഞങ്ങൾക്ക് എത്രയോ സന്ദേശം വിവിധ മത്സരങ്ങളിലൂടെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഇന്നും ഈ സമ്മേളനത്തിൽ അവിടുന്ന് അയച്ചതായ കർത്തദാസന്മാരെ ദൈവകരങ്ങളിൽ കരുതും. അവരിലൂടെ ഞങ്ങൾ കേൾക്കുവാൻ ഇരിക്കുന്ന ദൈവ സന്ദേശം അത് ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുവാനും ജീവിതത്തിൽ പ്രതികരിക്കുവാനും ദൈവം സഹായിക്കണമേ എന്ന് നിർവഹിക്കാൻ ദൈവം സഹായിക്കണമേ. എന്നിവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും, എല്ലാ ആശംസാ പ്രസംഗങ്ങളിലും, ദൈവിക സന്ദേശങ്ങളിലും, തുടർന്ന് നടക്കുന്ന സമ്മാന ദാനങ്ങളിലും ഒക്കെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് ബാലരാമപുരം സർക്കിളിൽ സ്ഥലസഭകളിൽ നിന്ന് ഇവിടേക്ക് വന്ന എല്ലാ സഭാവിശ്വാസികളെയും ഒന്നുകൂടെ ദൈവത്തെ പ്രകീർത്തിക്കുവാൻ, ഇപ്രകാരം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, മൗനപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. കർത്താവേ, കൂടെ ഇരിക്കണമേ, അങ്ങ് നടത്തണമേ, ഞങ്ങളെ അനുഗ്രഹിച്ചയക്കണമേ. യേശുമിശിഹായുടെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയായി കേൾക്കണമേ പ്രിയപിതാവേ. ആമേൻ. സർവേഷ് നന്ദി കാട്ടാക്കട ഡിവിഷൻ കമാൻഡറായിരിക്കുന്ന മേജർ എം ഡി സാമുവൽ, പ്രിയപ്പെട്ട നമ്മുടെ അച്ഛന്മാരെ, സഹപ്രവർത്തകരെ, വിവിധ ഇടപെട ബാലരാമപുരം സർക്കിൾ യൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു യൂത്ത് ഫെസ്റ്റ് ആഘോഷിക്കുന്നത് എന്ന മാസങ്ങൾക്ക് മുമ്പ് തീരുമാനം നമ്മളെടുത്തതാണ്. ആ തീരുമാനം നാം പ്രാർത്ഥനയ്ക്ക് വെക്കുകയും ഇതൊരു സാംസ്കാരിക പരിപാടികളെ വിജയിപ്പിക്കുവാൻ ശക്തി തരണമേ എന്ന ദൈവത്തോട് ഇതിനു വേണ്ടി ചില പ്രാർത്ഥനകൾ സംഘടിപ്പിച്ച് നാം മധ്യസ്ഥത വഹിക്കുകയും ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകളും മധ്യസ്ഥതകളും ദൈവം കൃപയായി സ്വീകരിക്കുകയും അങ്ങനെ ഒരു യൂത്ത് ഫെസ്റ്റിവലെ നമ്മുടെ സർക്കിളിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആഘോഷിക്കുവാൻ നമ്മെ സഹായിച്ച ദൈവത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഈ യൂത്ത് ഫെസ്റ്റിന്റെ ആലോചന യോഗങ്ങൾ ഏകദേശം 5-ലധികം ആലോചന യോഗങ്ങൾ നടന്നു. എല്ലാ ആലോചനാ യോഗങ്ങളിലും ക്രിയാത്മകമായ നിർദ്ദേശം നമുക്ക് നമ്മുടെ പള്ളിക്കാരും യൂത്ത് പ്രതിനിധികളും അച്ഛന്മാരും നൽകിയതും ഈ സമയം സന്തോഷത്തോടെ ഓർമ്മിക്കുന്നു. നമ്മുടെ യൂത്ത് ഫെസ്റ്റിന്റെ ഇന്നലെ തുടങ്ങിയ ആദ്യ മത്സരം മുതൽ ഇന്ന് അവസാനിച്ച ടാബ്ലോ വരെയുള്ള മത്സരങ്ങൾ വീക്ഷിച്ച ഒത്തിരി ആളുകളുടെ അഭിപ്രായം ഇത് ഹൈ സ്റ്റാൻഡേർഡ് ആയിരുന്നു, ഉയർന്ന നിലവാരം പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. ഇത്രത്തോളം പാടാനും അഭിനയിക്കാനും കഥ പറയാനും കവിത എഴുതുവാനും
കഴിവുള്ള യുവതി യുവാക്കൾ അവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് നാം നമ്മുടെ സഭയുടെ ഭാവി പ്രവർത്തനത്തോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അപരാധം തന്നെയാണ്. ഇത് നികത്തപ്പെടണം. കലാ സാംസ്കാരിക കഴിവുകൾ ഇവിടെ വളരണം, ഉയരണം എന്നുള്ളത് കൊണ്ടാണ് യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ 2 മാസങ്ങളായി ഈ സർക്കിളിൽ 17 പള്ളികളിൽ നിരന്തരമായ റിഹേഴ്സൽ പല പ്രോഗ്രാമുകളിൽ നടന്നു. വർഷങ്ങളായി പള്ളിയുമായി സഹകരിക്കാത്ത, ആരാധനയ്ക്ക് സംബന്ധിക്കാത്ത ഒരുപാട് യുവതി യുവാക്കൾ ഈ റിഹേഴ്സലും സന്തോഷവും കൂട്ടായ്മയും ഒക്കെ കണ്ടിട്ട് പള്ളിക്ക് പുറത്തു നിൽക്കുന്ന റോബിൻസൺ അച്ഛൻ വളരെ സന്തോഷത്തോടെ വേദിയിലേക്ക് വന്നിരിക്കേണ്ടതാണ്. റിഹേഴ്സലിൽ കണ്ടിട്ട് ഒത്തിരി യുവതി യുവാക്കൾ പള്ളിയിലേക്ക് വരുവാനുണ്ട്. അങ്ങനെ പള്ളിയിൽ നിന്ന് മാറിക്കൊണ്ടിരുന്ന ഒരുപാട് പേരെ പള്ളിയിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു. വളരെ അധികം ശക്തിയും സ്രോതസ്സും ഉണ്ടായിരുന്ന നമ്മുടെ യുവതി യുവാക്കളുടെ കലാ സാംസ്കാരിക കഴിവുകളെ നമുക്ക് കാണുവാൻ, വിലയിരുത്തുവാൻ നമുക്ക് സാധിച്ചു. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പൂച്ചക്കാരുടെ മണ്ണിടും എന്ന് പറയുന്നത് പോലെ യൂത്ത് ഫെസ്റ്റിവൽ ആരും നടത്തും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടായി. ആ കമ്മിറ്റി അതിന്റെ ചുമതല ഏറ്റെടുത്തത്. നിങ്ങൾ അറിയാൻ വേണ്ടി കൊച്ചു കാര്യം പറയുന്നത് 9,000 രൂപയുടെ അധിക ബാധ്യതയാണ് ഈ യൂത്ത് ഫെസ്റ്റിവൽ നമ്മൾ ഉണ്ടായിരിക്കുന്നത്. ഈ 9,000 രൂപയുടെ അധിക ബാധ്യത നമ്മൾ എങ്ങനെ തീർക്കും? കമ്മിറ്റിയിലുള്ള എല്ലാവരും വിദ്യാർത്ഥികളാണ്, കോളേജ് വിദ്യാർത്ഥികളാണ്. ഞാനും ഒരു പാവ പുരോഹിതനാണ്. ഈ അവസ്ഥയിലാണെങ്കിലും ദൈവം നമുക്ക് അത് നികത്തമാകുന്ന വഴി തരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. യൂത്ത് ഫെസ്റ്റിവലിന്റെ ധനശേഖരണം എന്ന് പറയുന്നത് കഴിഞ്ഞ യൂത്ത് സൺഡേ കാണിക്കുകയും പിന്നെ അതുപോലെ തന്നെ സഭാവിഹിതമായി 250 രൂപയും പിന്നെ നിങ്ങളുടെ വീടുകളിൽ ഉൽപ്പന്ന പിരിവിനായി ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾ വാങ്ങിച്ചു തന്ന അരിയും തേങ്ങയും എണ്ണയും മീനും ഒക്കെ ആയിരുന്നു ഇതിന്റെ ധനശേഖരണം. അതിന് ആത്മാർത്ഥമായി ഞങ്ങളോടൊപ്പം സഹകരിച്ചു. ആദ്യമായി യൂത്ത് ഫെസ്റ്റിവലിന് ഞങ്ങൾക്ക് എൻട്രി ഫോം തരുന്നത്, സഭാവിഹിതം തരുന്നത് വെങ്ങാനൂർ ലൂതർ ചർച്ചാണെന്ന് എടുത്തു പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് വേണ്ടി അവർ ആദ്യത്തെ ദിവസം ഉച്ചയ്ക്ക് മീൻ വാങ്ങിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ അരി കരിയ ലൂതർ ചർച്ച തന്നതാണ്. കാട്ടാക്കട ലൂതർ ചർച്ച നിന്ന് നമുക്ക് ആവശ്യമായ അരി വാങ്ങിച്ചു തന്നു. അതുകൂടാതെ തേങ്ങയും മറ്റു വസ്തുക്കളും ഒക്കെ നമുക്ക് ഒരുപാട് പള്ളിക്കാർ തന്നു. എല്ലാവരുടെയും ലിസ്റ്റ് സമയക്കുറവുകളോട് വായിക്കുന്നില്ല. സഹകരിച്ച എല്ലാ പള്ളിക്കാരും ഞങ്ങൾ നന്ദിയോടെ ഈ സമയം ഓർമ്മിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തു ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. സ്വാഗതം ആശംസിക്കാനുള്ളതാണ്. ആദ്യം നമ്മുടെ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നവരുടെ സുകുമാരൻ അവരുടെയാണ്. ഈ യൂത്ത് ഫെസ്റ്റിന്റെ രക്ഷാധികാരി കൂടെയാണ്. യൂത്ത് ഫെസ്റ്റിന്റെ ആദ്യം മുതൽ അവസാനം വരെയും ഒരു പ്രതിഫലവും കൂടാതെ നമ്മളോടൊപ്പം ആത്മാർത്ഥമായിട്ട് രക്ഷാധികാരി ഉണ്ടായിരുന്നു. നമുക്ക് വളരെ സന്തോഷമാണ്. മന്ത്രിയെ വിളിക്കാൻ പോകുന്നതിനും പത്രക്കാരെ കാണുന്നതിനും അതുപോലെ തന്നെ ഇതിന്റെ ആവശ്യമായ നിർദ്ദേശങ്ങൾ പിന്നെ വിദഗ്ധമായ മറ്റു നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നൽകുന്നതിനും നമുക്ക് ആവശ്യമായ സമ്പത്ത് സ്വരൂപിച്ച് നമുക്ക് തരുന്നതിനൊക്കെ നമ്മുടെ രക്ഷാധികാരിയും സിവിൽ പ്രസിഡന്റും ഉണ്ടായിരുന്നു. സിവിൽ പ്രസിഡന്റ് ഈ സമയം നന്ദിയോട് ഓർമ്മിക്കുന്നു. ഞങ്ങളോട് ചെയ്ത എല്ലാ സേവനത്തിനും, ഈ പള്ളികളോട് ചെയ്ത സേവനത്തിനും, ഞങ്ങളോട് കാണിച്ച എല്ലാ സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ലൂതർ യൂത്ത് ഫെസ്റ്റിന്റെ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് സിനഡ് പ്രസിഡന്റായിരുന്ന റവറൻഡ് സുകുമാരൻ അവരുകളെ നന്ദിയോടെ ഈ സമയം സ്വാഗതം ചെയ്യുന്നു. തുക നമ്മളെ ഏൽപ്പിച്ചത് തൃശ്ശൂർ തുകിലക്കാർ നമ്മളോട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നു. തൃശ്ശൂർ തുകിലക്ക് നമ്മുടെ നന്ദിയും സ്വാഗതവും ഈ സമയം അറിയിക്കുന്നു. പ്രതിഭ എന്നീ മത്സരങ്ങൾക്ക് സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സുചിത്ര നെറ്റൽസ് കാട്ടാക്കടയാണ്. സുചിത്ര നെറ്റൽസ് കാട്ടാക്കട ഇതിനു മുമ്പ് നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. സുചിത്ര കാട്ടാക്കടയ്ക്ക് നമ്മുടെ നന്ദിയും സ്വാഗതവും ഈ സമയം. നല്ല നാടകം, ഏറ്റവും നല്ല നാടകം, 1ാം സമ്മാനം വാങ്ങിയ നാടകമാണ് ഉള്ള സമ്മാനം ശ്രീ വി ജ്ഞാനഭക്തൻ മെമ്മോറിയൽ എന്റെ പേരിലുണ്ട്. ആ നാടകത്തിൽ മിസ്റ്റർ മാർട്ടിൻ പ്രസാദാണ് നമുക്കത് വാങ്ങിത്തന്നത്. അദ്ദേഹം ഈ പള്ളിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി കൂടെയാണ്. ശ്രീ വി ജ്ഞാനഭക്തൻ മെമ്മോറിയൽ ആധാരം എഴുത്ത ഓഫീസ് കാട്ടാക്കട എന്ന നാമധേയത്തിൽ ശ്രീ മാർട്ടിൻ പ്രസാദ് ഏറ്റവും നല്ല നാടകത്തിനുള്ള സമ്മാനം നമുക്ക് വാങ്ങിത്തന്നു. പള്ളിയുടെ സെക്രട്ടറി കൂടെയാണ്.
മാർച്ച് പ്രസാദിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സമയത്ത് നിങ്ങളുടെ നന്ദിയും സ്വാഗതവും ആശംസിക്കുന്നു. നാടകത്തിൽ ഏറ്റവും നല്ല നടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കാം. നമ്മൾ ഇതിനു വേണ്ടി ആദ്യം 300 പ്രതിനിധികളെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. 300 പേർക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റ് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ 300 600ആയി, 600 പിന്നെ 800ആയി, 800 പിന്നെ ഏകദേശം 900 പോയി. അങ്ങനെ പോയ സമയത്ത് നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും കുടുംബസ്ഥരാണ്, നമുക്കറിയാം. അങ്ങനെ പോയ സമയത്ത് ആഹാരം എല്ലാവർക്കും എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. എങ്കിലും അവസാനം ചില ആളുകൾക്കൊക്കെ കിട്ടാതെ വന്നു. അവർക്ക് വിഷമം ഇല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിലും ഞങ്ങൾക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഞങ്ങളോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ താമസ സൗകര്യത്തിന് നല്ല താമസ സൗകര്യം നമ്മുടെ ബന്ധുക്കൾക്ക് ലഭിച്ചു. എങ്കിലും യഥാസമയത്ത് അവരുടെ എത്തിക്കുന്നതിന് അല്പം 3/4 മണിക്കൂറോളം വൈകിപ്പോയി. അതുകൊണ്ട് വിശപ്പൊക്കെ അവർ അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും അവരോട് ഞങ്ങൾ സർക്കിൾ കമ്മിറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും വിധത്തിൽ മാനസികമായോ അല്ലെങ്കിൽ വാക്കുകളാലോ എങ്ങനെയെങ്കിലും വിഷമം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവരോട് എല്ലാവരോടും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ആത്മാർത്ഥമായ നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു യൂത്ത് ഫെസ്റ്റ് അടുത്ത വർഷം കാണുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഒരു വർഷക്കാലം ബാലാപൂർ സർക്കിൾ യുവജന സംഘടനയുടെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച വലിയവനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയട്ടെ. ബാലാപൂർ സർക്കിളിലെ യുവാക്കളുടെ ആത്മീയ വളർച്ച ലക്ഷ്യമാക്കി ബൈബിൾ ക്ലാസുകളും ഏകദിന സെമിനാറുകളും സംഘടിപ്പിച്ചു വരുന്ന സർക്കിൾ യുവജന സംഘം അതിന്റെ വളർച്ചയിൽ പങ്കാളികളായിരുന്ന എല്ലാ സഭാ പുരോഹിതന്മാരെയും വിശ്വാസികളെയും പ്രത്യേകിച്ച് യുവാക്കളെയും നന്ദിപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് സർക്കിൾ യുവജന സംഘത്തിന്റെ വാർഷിക റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കട്ടെ. കഴിഞ്ഞ ഒരു വർഷക്കാലം സർക്കിളിലെ യുവാക്കളെ ആത്മീയ പ്രവർത്തനങ്ങളിൽ ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്നതിന് ദൈവകൃപയാൽ യുവജന സംഘത്തിന് കഴിഞ്ഞു. 2003 മാർച്ച് മാസത്തിൽ കല്ലേൽ ലൂതറൻ സഭയിൽ വെച്ചും ജൂൺ മാസത്തിൽ പനങ്ങോട് ലൂതറൻ സഭയിൽ വെച്ചും ഏകദിന സെമിനാറുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഏകദിന സെമിനാറുകളിൽ യഥാക്രമം TCI സെമിനാരി പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജോൺ തെക്കാട് അച്ഛനും നാഗർകോവിൽ കങ്കോടിയ തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ റവറൻഡ് T. ജോയ് അവർ ബൈബിൾ ക്ലാസിന് നേതൃത്വം നൽകുകയുണ്ടായി. ബൈബിൾ ക്ലാസുകളിലും ചർച്ചകളിലും ബൈബിൾ ക്വിസ് മത്സരങ്ങളിലും യുവാക്കളുടെ പങ്കാളിത്തം ഏകദിന സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിന് യുവജന സംഘത്തിന് പ്രചോദനം നൽകുന്നതായിരുന്നു. ഏകദിന സെമിനാറിലെ അഭൂതപൂർവമായ യുവജന പങ്കാളിത്തം വിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് സർക്കിൾ യുവജന സംഘത്തിന് പ്രേരണ നൽകുകയുണ്ടായി. അത്തരത്തിൽ ഒരു ആലോചന യോഗം ആഗസ്റ്റ് മാസം 9-ാം തീയതി ഭഗവതി നട ലൂതറൻ സഭയിൽ കൂടുകയുണ്ടായി. സർക്കിൾ യുവജന സംഘം പ്രൊമോട്ടർ റവറൻഡ് M. മോഹൻ അവരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ആഗസ്റ്റ് മാസം 17-ാം തീയതി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ യുവജന ഞായറാഴ്ച ആചരിക്കുന്നതിനും ഒക്ടോബർ മാസം 2-3 തീയതികളിൽ കാട്ടാക്കട ഇമ്മാനുവൽ ലൂതറൻ സഭയിൽ വെച്ച് ലൂതറൻ യൂത്ത് ഫെസ്റ്റ് 2003 സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. ഇതിന് കൃത്യതയോടുകൂടെ ഒരു യുവജനോത്സവം സംഘടിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ലല്ലോ. എന്നാൽ ദൈവത്തിന്റെ വലിയ കൃപയാലും അനുഗ്രഹത്താലും ഒരു യുവജന സമ്മേളനം എന്നല്ല, ഒരു യൂത്ത് ഫെസ്റ്റിവൽ എന്നതിനേക്കാൾ ഉപരിയായി ആത്മീയമായ തലങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ നന്നായി അവതരിപ്പിക്കുവാൻ കഴിയുന്നതിൽ ഒരു സമ്മേളനം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞത് ദൈവത്തിന്റെ കൃപയാലെന്ന് നാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനാണ്. വളരെ അധികം പറയുവാൻ താല്പര്യമുണ്ട്. എങ്കിലും സമയം കുറവുള്ളത് കൊണ്ട് ആ വക കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഇവിടെ നടന്ന കലാമത്സരങ്ങളും സാഹിത്യ മത്സരങ്ങളും വേദപരിചയം സംബന്ധിച്ച മത്സരങ്ങളും എത്രയോ
മികവുറ്റതായിരുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഇവിടെ പലരും പറഞ്ഞതുപോലെ ഈ 2 ദിവസം ഇന്നലെയും ഇന്നും ബാലരാജപുരം സർക്കിളിലുള്ള നൂതന സഭകളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു 2 ദിവസങ്ങളായിരുന്നുവെന്ന് ഇപ്പോൾ നമുക്ക് അറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ ചെറുപ്പക്കാർക്ക് സഹോദരങ്ങൾ അവതരിപ്പിച്ച കലാരൂപങ്ങൾ എല്ലാം നല്ല നിലവാരം പുലർത്തുന്നത് ആയിരുന്നുവെന്ന് പറഞ്ഞാൽ അതിലാർക്കും സംശയമില്ല എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ദൈവം നമ്മുടെ യുവാക്കളുടെ കഴിവിനെ കണ്ടെത്തുവാൻ, അത് ദൈവനാമ മഹത്വത്തിനായി പ്രകടിപ്പിക്കുവാൻ നൽകിയ അവസരത്തിന് ഈ സമയത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ ആ അവതരണത്തിന് ശേഷം അതിൻ്റെ റിസൾട്ട് നമ്മൾ അറിഞ്ഞ് സമ്മാനം വാങ്ങുന്നതായിട്ട് നമ്മളുടെ ഈ ദൈവാലയത്തിൽ കൂടി പങ്കെടുക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് ഇതുവരെയുള്ള സമയങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ നല്ല അനുഭവങ്ങൾക്ക് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് അതിൻ്റെ സമാപന സമ്മേളനമായ ഈ സമ്മേളനത്തെ ഞാൻ തിരികെ ദൈവത്തിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ബൈബിളിൽ നിന്ന് 2 ഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. ഒന്നാമത്തേത് 150-ാമത്തെ സങ്കീർത്തനമാണ്. ഒന്നാമത്തെ 150-ാമത്തെ സങ്കീർത്തനം നാം അവിടെ വായിക്കും. യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, അവന്റെ ഘനമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ, അവന്റെ വീര്യ പ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ, അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പിൻ, കാഹള നാദത്തോടെ അവനെ സ്തുതിപ്പിൻ, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ, കത്തിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ, തന്ത്രിനാദത്തോടും കുടലിനോടും കൂടെ അവനെ സ്തുതിപ്പിൻ, ഉച്ചനാദമുള്ള കൈക്കാലങ്ങളോടെ അവനെ സ്തുതിപ്പിൻ. അധ്യായം 14-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ. കൊലോസ്യർ 3:14 മുതൽ 17 നാം അവിടെ എല്ലാത്തിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം കഴിക്കും. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനെന്തോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത് നന്ദിയുള്ളവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രവർത്തിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളെ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്യും. അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടും ഈ വിധത്തിൽ വചനങ്ങള ഞങ്ങൾക്ക് വചനങ്ങള ഈ നിമിഷത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു. കലയുടെ അർത്ഥം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കഴിവുകളുടെ മഹത്വം ഒക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നതിന് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഐക്യമായി സ്നേഹബന്ധത്തിൽ നിറഞ്ഞു വരുന്നതിന് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കഴിവുകളാകുന്നു, അനുഗ്രഹങ്ങളാകുന്നുവെന്ന് ഉണർന്ന് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നതിന് കൂട്ടായ്മയുടെ നിറഞ്ഞ അനുഭവത്തിൽ ഞങ്ങൾ ആയിരിക്കുന്നതിന് ഞങ്ങളുടെ ജീവിതത്തിൽ നിനക്ക് പ്രിയമുള്ള സ്വഭാവമുള്ളവരായി നിങ്ങൾ രൂപാന്തരപ്പെടുന്നതിന് ഒക്കെയും നീ നിന്റെ തിരുവചനത്താൽ ഞങ്ങളെ സഹായിക്കുന്നതിന് ആശീർവദിക്കുന്നതിന് ആത്മാവിനായി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കൊണ്ടുവരുന്നത്. പാട്ടിന്റെ മുമ്പിൽ പാമ്പും പറ്റി വിടർത്തി ആരും നമ്മുടെ ശാസ്ത്രകാരന്മാർ സയന്റിസ്റ്റ് പറയുന്നത് പാട്ട് കേട്ടാൽ അത് മരങ്ങൾക്കും സൗഖ്യമാണ് എന്നതാണ്. മരം നല്ല പൂ പോകുന്നതിന് നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിന് ഈ പാട്ടുകളുടെ ട്രീറ്റ്മെന്റ് ചികിത്സ സഹായിക്കും എന്ന്
ശാസ്ത്രകാരനാണ് പറയുന്നത്. പാട്ടിന്, സംഗീതത്തിന് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന മഹത്തായ അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനം അതാണ്. പാട്ട് കേൾക്കുമ്പോൾ ദുഃഖത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതിന് പാട്ട് നമ്മളെ സഹായിക്കും. നല്ല സംഗീതം, താളത്തോടുകൂടെയുള്ള നല്ല സംഗീതം, ശ്രുതിമധുരമുള്ള സംഗീതം നമുക്ക് ആശ്വാസം നൽകുന്നു, ജീവിതത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്നു, സന്തോഷത്തിന്റെ അനുഭവം നമുക്ക് നൽകുന്നു. നല്ല റെക്കോർഡ് കേൾക്കുമ്പോൾ, നല്ല പാട്ട് കേൾക്കുമ്പോൾ താളത്തോടുകൂടി ഈ അനുഭവം കിട്ടാൻ സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. മാത്രമല്ല, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ മാത്രമല്ല, യുദ്ധത്തിന് പണ്ട് കാലങ്ങളിൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പാട്ടുണ്ട്. മ്യൂസിക് ആണവർക്ക് യുദ്ധത്തിന് വീറോടുകൂടെ ജീവനെ വളർന്ന് മുന്നോട്ട് പോകുവാനുള്ള ധൈര്യവും തന്റേയവും നിശ്ചയവും നൽകുന്നത് സംഗീതം ആകുന്നുവെന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ദേശീയ ഗീതം അത് ആലപിക്കുമ്പോൾ നമ്മൾ ഉണരുന്ന ദേശീയ ഭക്തി, മരണത്തെ ജയിച്ച് ജീവനെ തൃണവൽക്കരിച്ച് രാജ്യത്തിന് വേണ്ടി തന്നെ അർപ്പിക്കുവാൻ തക്ക പ്രചോദനം ദേശീയ ഗാനത്തിന് നമുക്ക് നൽകുവാൻ കഴിയും എന്ന് ചരിത്രം അനേകം അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മുഖ്യ പ്രഭാഷകൻ, വേദിയിൽ കാണപ്പെടുന്നതായ വൈദിക ശ്രേഷ്ഠരെ, സഭാവിശ്വാസികളെ, പ്രിയപ്പെട്ട യുവജനങ്ങളെ, ചരിത്രത്തിൽ എഴുതപ്പെടേണ്ടതായ ഒരു ദിവസത്തിൽ അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായ ഈ അവസരത്തിൽ സാൽവേഷൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം സഹോദരി സഭ എന്നുള്ളതായതിനെ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ എനിക്ക് അവസരം തന്നതായ എൻ്റെ സംഘാടകർക്കും എൻ്റെ സ്നേഹിതൻ ഈ സഭയിലെ പാസ്റ്റർ അല്ലെങ്കിൽ യൂത്ത് പ്രമോട്ടർക്കൊന്നും ഞാൻ നന്ദി അർപ്പിക്കട്ടെ. വിശേഷിച്ച് ആശംസാ പ്രസംഗങ്ങൾ വളരെ പരിമിതമാക്കണമെന്ന് അറിയിച്ചതുകൊണ്ട് ഞാൻ വിവരമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ മുഖ്യ പ്രഭാഷകർ പറഞ്ഞതുപോലെ ചരിത്രത്തിലെ ഓരോ വിപ്ലവവും മനുഷ്യ ജീവിതത്തിന്റെ ശൈലിയെ മാറ്റിമറിക്കുന്നതായ അനുഭവങ്ങൾ ഉണ്ടായപ്പോഴും ഒരുപക്ഷെ ഇന്നത്തെ കാലയളവ് സ്പേസ് യുഗമെന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യുഗമെന്നോ അതിനെ വേർതിരിക്കുമ്പോഴും അതിനപ്പുറത്തും ഇപ്പുറത്തും കാണപ്പെടുന്ന ഒന്നാണ് കലാബിരുദുകൾ മനുഷ്യന് ദൈവം നൽകിയ ദാനമെന്നത്. ഞാൻ പറഞ്ഞാൽ ഒരുതരം അസൂയയോടെയാണ് ഞാൻ ഈ വേദിയിൽ എത്തുന്നത്. കടന്നുപോയ വെള്ളത്തിൽ കട്ടയിട്ട കാര്യമില്ല എന്ന് പറയും പോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള വേദികൾ പങ്കിടുവാനും ഇതുപോലുള്ള കലാമത്സരങ്ങളിൽ സഹകരിക്കുവാനും എനിക്ക് അവസരം കിട്ടാതെ പോയി. കാരണം വർഷങ്ങൾ കൊണ്ട് ലൂഥറൻ സഭയിൽ വിശ്വസിച്ച് ആരാധിച്ചു വരുന്നു. നമുക്ക് ഇത്തരത്തിലുള്ള വേദി കിട്ടാതെ പോയി. ഇനി ഈ യൂത്ത് ലീഗിൽ എന്നെ കയറ്റുകയുമില്ല, കാരണം പ്രായമായി. അത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഈ 2 ദിവസമായി ഇവിടെ നടന്നു വന്നിരുന്ന കലാപരിപാടികൾ വളരെ ചിന്തയോടെ നടന്നപ്പോൾ അസൂയയോടെയാണ് ഞാൻ നോക്കിയിരുന്നത്. ഒരു സത്യം നമുക്കറിയാം, ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ നടക്കുന്ന വരുന്ന ഞായറാഴ്ച നടക്കുന്ന ആരാധനകളിൽ ലൂഥറൻ സഭകളിൽ ഒരു ചർച്ചാ വിഷയം ആയി മാറും ഇന്നു മുതൽ എന്ന് നമുക്ക് പറയാം. ഒത്തിരി ചെറുപ്പക്കാരൻ വളരെ ഉത്സാഹത്തോടുകൂടി നടന്ന ഈ മത്സരങ്ങളിൽ പങ്കെടുത്തപ്പോൾ സ്കൂൾ യുവജനോത്സവവും ബാലകലോത്സവവും ഇവിടെയൊക്കെ പങ്കെടുത്തിട്ടുള്ള നമുക്കറിയാം, ക്ഷമയോടെ ഒരു വിധത്തിൽ പറഞ്ഞ ഈ ജഡ്ജസായിട്ടിരുന്നവരെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിൽ അവർക്ക് ആർക്ക് മാർക്ക് കൊടുക്കണം എന്ന
ചിന്താക്കുഴപ്പത്തിലാകത്തക്ക തരത്തിൽ ചിട്ടയോടുകൂടി പല സഭകളിൽ നിന്നും മത്സരം പങ്കെടുത്തിരുന്നു. വാസ്തവത്തിൽ കഴിഞ്ഞ 2 ദിവസം എന്നെ അമ്പലിപ്പിക്കുന്ന വിധത്തിനായിരുന്നു ഓരോ സഭകളുടെ യുവതികളുടെ പെർഫോമൻസ്. അവിടെ കാണുമ്പോൾ വളരെ മനസ്സിന് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത പല സഭകളുടെയും യുവതികൾ അവർ ഇത്രയും നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമോ എന്ന് ഞാൻ വളരെ നന്നായി ഞാനത് ആ പ്രോഗ്രാം വീക്ഷിക്കുകയായിരുന്നു. ദൈവകൃപയാൽ നമ്മുടെ ഗാന്ധി സർക്കിളിൻ്റെ സൺഡേ സ്കൂളിൻ്റെ കലോത്സവം നമ്മുടെ യുവസാറിന്റെ സ്ഥലത്തിലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞത് നവംബർ മാസത്തിൽ, അതല്ലെങ്കിൽ 2004 ജനുവരി മാസത്തിൽ ബാന്ധവരെല്ലാം വെച്ച് സൺഡേ സ്കൂളിൽ കലോത്സവം ഇതുപോലെ നടക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയുള്ള ദിവസത്തിൽ അതിനുവേണ്ടി കൂടെ വരുവാൻ ശരിക്കും നല്ല കൃത്യതല്ല. അതേ കീഴ് പെരുമല അനേകോളം എന്നീ സഭകളുടെ പേരുള്ളതായ ഹൃദയം നിറഞ്ഞ ആശംസകൾ മാതൃകാവിലും സർക്കിളിലെ യുവജന വിഭാഗങ്ങളുമായി ഞാൻ വരുന്നു. ഈ നല്ല ദിവസത്തെ ധന്യമാക്കി തീർന്ന മുഖ്യ പ്രഭാഷകർ, ഈ വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന സഭ ശുശ്രൂഷ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹങ്ങൾ ആദ്യമായി അറിയിക്കുകയാണ്. ഇന്ത്യ ലൂതറൻ സഭയുടെ ചരിത്രത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഏറ്റവും വലിയ സംരംഭമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അനന്തപുരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു വേദി കൂടി ആയിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസവും ഇവിടെ ലഭിച്ചത്. തുടർന്നും ഇതുപോലുള്ള സംരംഭങ്ങൾ സഭയുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടട്ടെ. അതിനുവേണ്ടി ഈ ബാലകാപുരം സർക്കിളിലെ യുവതിവാക്കൾ അതിന് മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇനിയും നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ഇനിയും നല്ല കലാകാരികൾ നമ്മുടെ സഭയുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. സഭാ വിശ്വാസികൾ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 ദിവസം നമുക്ക് ഈ പള്ളിയിടങ്ങളിലും പള്ളിയിലുമായി ഒരമ്മക്കൾ പോലെ സന്തോഷിക്കുവാനും നല്ല നിലവാരം പുലർത്തിയ പ്രോഗ്രാം കണ്ട് ആസ്വദിക്കുവാനും ഉൾക്കൊള്ളുവാനും ദൈവം നമ്മെ കൂടുതലായി സഹായിച്ചു. ഇന്നത്തെ എല്ലാ നാട്ടുകാരെയും ഞാൻ കൃത്യമായി ആശംസിക്കുന്നതോടൊപ്പം വരും വർഷങ്ങളിലും ഇതിനേക്കാൾ ഉപരിയായ നല്ല പ്രോഗ്രാം നമ്മുടെ സഭയിലുള്ള യുവതികളിൽ നിന്നും ഉണ്ടാകട്ടെ. അതിനായിട്ട് ദൈവം അവരെ പക്വപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകളെ പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം വേണ്ട അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നത്. എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വിദേശത്തേക്കുണ്ട്. ഇവിടെ ഈ 2 ദിവസം നമ്മൾ അനുഭവിച്ചത് വളരെ സന്തോഷവും ഐക്യവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ദൈവം നമ്മളെ തന്നെ വിശ്വാസത്തിൽ ഉണർത്തുന്നുണ്ട് എന്നുള്ളത് സാക്ഷ്യമാണ്. ഈ 2 ദിവസവും ഇവിടെ എല്ലാ കലാ മത്സരങ്ങളും നടക്കുമ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു. പാസ്റ്റായിട്ട് എനിക്കിത് പങ്കെടുക്കാൻ പറ്റില്ല.
ഞാനൊരു സഭയിലെ അംഗമായിരുന്നെങ്കിൽ ഇതിൽ പങ്കെടുക്കാനായിട്ട് ഏതെങ്കിലും വരെ ഒരു സമ്മാനം എടുക്കാൻ പറ്റുമായിരുന്നു എന്ന് വിചാരിക്കുന്നു. എങ്കിൽ പാസ്റ്റർ മത്സരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ 2 ദിവസവും നമ്മൾ കണ്ടത് എല്ലാ യുവാക്കളും യുവതികളും നല്ല രീതിയിൽ വളരെ നിലവാരത്തോടുകൂടിയുള്ള മത്സരങ്ങൾ പങ്കെടുത്തു. അതിനുവേണ്ടി ഒരുപാട് ദിവസം പ്രയാസമെടുത്തു, ഒരുപാട് കാര്യങ്ങൾ എല്ലാം ചെയ്തു. എല്ലാവരും അത് ദൈവം തന്ന കഴിവുകളെ നല്ലവണ്ണം പ്രയോജനപ്പെടും. അതിവിടെ വെച്ച് മതിയാക്കണം. അതിവിടെ ഈ ഒരു ദിവസം കൊണ്ട് ഇവിടെ ഈ കലാമത്സരങ്ങൾ കലാകഴിവുകൾ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാതെ ആ കഴിവുകളെ വളർത്തുകയും ഇനി വരുന്ന ദിവസങ്ങളിൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊണ്ട് ദൈവത്തിൽ വളർത്തിപ്പെടുത്തുവാൻ നമ്മുടെ കഴിവുകളെ പ്രയോജനപ്പെടും. ഈ 20 വർഷങ്ങൾക്ക് മുമ്പ് കായിക മത്സരങ്ങൾ തിരുവനന്തപുരം സിനഡിന്റെ കീഴിൽ നടന്നിട്ടുണ്ടെങ്കിലും ചർച്ചകളുടെ ലെവലിൽ ഒരു മത്സരം നടക്കാതിരുന്ന ഈ സന്ദർഭത്തിൽ തിരുവനന്തപുരം സിനഡിൽ തന്നെ ഉൾപ്പെട്ട ബാലവർ പ്രാദേശിക സർക്കിൾ ഇങ്ങനെ ഒരു മത്സരം നടത്തുവാൻ ഇതിന്റെ ഭാരവാഹികൾ തീരുമാനമെടുക്കുകയും ഒരു വർഷം പോലും പുതിയ പള്ളി വെച്ചിട്ട് വഴക്കമില്ലാത്ത ഇമാനുവൽ യൂത്ത് സഭയുടെ അങ്കണത്തിൽ വെച്ച് തന്നെ അത് നടത്തുവാൻ തീരുമാനമെടുത്തതിൽ അതിയായ സന്തോഷം. നാം ഏതൊരു ഭാഗ്യമുള്ളവരാണ്. നമ്മുടെ കരുതിയിരിക്കുന്ന സന്തോഷം രജീശൻ വന്നപ്പോൾ കരഘോഷമുണ്ടായി. ഈ ബാലവര സർക്കിളിൽ ഏറ്റവും പ്രായം ചെന്ന ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് യുവതി യുവാക്കളോട് പറയുവാനുള്ളത്, ബാലരാമപുരം സർക്കിൾ യൂത്ത് പ്രൊമോട്ടർ ചില കാര്യങ്ങൾ സംസാരിച്ചതിൽ ഊന്നി പറഞ്ഞ ഒരു കാര്യം, പല സഭകളിലും സജീവമായ സാന്നിധ്യം ഇല്ലാത്തവർ പോലും ഈ കലാമത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ അനവരത യത്നിച്ചു. വലിയ ട്രെയിനിങ് ഒക്കെ നടത്തി എന്ന് കാണുവാൻ കഴിയും. ചില സഭകളെ സംബന്ധിച്ചിടത്തോളം അത് വാസ്തവമാണ്. എനിക്ക് ഇന്ന് അവരോട് എൻ്റെ എളിയ ഉപദേശം നൽകുവാനുള്ളത്, സഭയുമായി സജീവമായ ബന്ധത്തിൽ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ദൈവമാണ് നൽകി ഈ വലിയ കഴിവുകൾ തന്നിരിക്കുന്നത്. ഈ കഴിവുകൾ ദൈവനാമ മഹത്വത്തിനായി വിനിയോഗിച്ച് ഇഹത്തിലും പരത്തിലും അനുഗ്രഹങ്ങൾക്ക് യോഗ്യരായി തീരുവാൻ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ പല കലാമത്സരങ്ങൾ നടത്തി പ്രൈസുകൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നീ നിലകളിൽ സമ്പാദിച്ചു. എന്നാൽ കിട്ടാതെ പോയവർ അനേകരുണ്ട്. അവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവം ഇങ്ങനെയുള്ള ഒരു വേദി തങ്ങൾക്ക് നൽകിയ കഴിവുകളെ പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വേദി ലഭിച്ചു. അതിൽ സംതൃപ്തരായി തുടർന്ന് ഇതുപോലുള്ള സംരംഭങ്ങളിൽ വിജയമരിക്കുവാൻ നിങ്ങൾക്ക് സർവശക്തനായ ദൈവം അവസരം നൽകട്ടെ, കഴിവ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം നൽകിയ ഇതിലെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടെ സർവ്വവിധമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഫസ്റ്റ് പ്രൈസ് പിങ്കി മലയങ്കീഴ്. സെക്കൻഡ് പ്രൈസ് സോണിയ ആർ കാനത്തോട്. തേർഡ് പ്രൈസ് മിനി രാജേഷ് കലിയൂർ. സെക്കൻഡ് പ്രൈസ് ബിനി കാലാകര.
അതൊക്കെ കൈവരിക്കുന്നവർ അത്യാവശ്യം വേണ്ടവന്നൊരു കാര്യം മാത്രം
കല്ലിയൂർ ഫസ്റ്റ് പ്രൈസ്. പ്രസംഗം സിവിൽ കുമാർ കല്ലിയൂർ ഫസ്റ്റ് പ്രൈസ്.
സാജൻ ജെറി കാലാക, അജിത് കാർത്തിക സെക്കൻഡ് റൈറ്റ്, സുനിൽ ദിനേശ് നായകോടെ തേർഡ് റൈറ്റ്. ഏറ്റവും സന്തോഷവും അനുഗ്രഹവും സമാധാനവും നിറഞ്ഞ ഈ നല്ല ദിവസങ്ങൾക്കായി നന്ദിയോടെ അവിടുത്തെ നാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെലുത്തുന്നു. കരുണ്യവനായിരിക്കുന്ന ദൈവമേ ക്രിസ്തുവിനാമേ, അങ്ങയുടെ വാത്സല്യ മക്കളായ ഞങ്ങൾക്ക് ദൈവത്തിന്റെ വലിയ കൃപയെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടേതായ കലാരീതികളും കഴിവുകളും ദൈവസന്നിധിയിൽ ദൈവനാമ മഹിമയ്ക്കായി പ്രയോജനപ്പെടുത്തുവാൻ ഈ ദിവസങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചുവല്ലോ. ലുതറൻ യൂത്ത് ഫെസ്റ്റ് എന്ന പേരിൽ എൻ്റെ മക്കളായി ബാലരാമപുരം സർക്കിളിലെ സഭകൾക്കെല്ലാം സന്തോഷത്തിന്റെ ദിവസങ്ങളായി അനുഭവിക്കുവാൻ ദൈവമേ എന്നെ അവിടുന്ന് ഇങ്ങോട്ട് നൽകി. കർത്താവായ ദൈവമേ, ഇതിനഹോരാത്രം പ്രവർത്തിച്ച എല്ലാ സ്ഥലസഭയെയും സഭയിലെ ശുശ്രൂഷകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ സ്ഥലസഭയിലെ കമ്മിറ്റി അംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോ സ്ഥലസഭയിലെയും യുവതി യുവാക്കൾക്കായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ വേശ്യപിതാവേ, ഈ ബാലരാമപുരം സർക്കിളിലെ യുവജന സംഘം പ്രവർത്തകർക്കായി അതിന്റെ പ്രമോട്ടർക്കായി പ്രത്യേക ദൈവത്തിന്റെ നന്ദി പറയട്ടെ. ദൈവസന്നിധിയിൽ അവരുടെ എല്ലാ പ്രയത്നങ്ങൾക്കും ഞങ്ങൾ ദൈവനാമത്തിന് മഹത്വം ചൊല്ലുന്നു. കരുണ്യവാനായ പിതാവേ, ഇനി വരുന്ന ആളുകളിൽ ഇതിനേക്കാൾ മനോഹരമായി ഞങ്ങളുടെ മക്കളുടെ കലാകഴിവുകൾ പ്രകടിപ്പിക്കുവാനൊക്കെ വേദി ഒരുങ്ങേണ്ടതില്ല. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ കൂടിയിരിക്കണം. ദൈവമേ, അനുഗ്രഹീതമായ സംരംഭത്തില്ല ആതിഥ്യമരുളുവാനൊക്കെ ഈ സ്ഥലസഭയിൽ നീ ഇടയാക്കിയല്ലോ. ഉപരിയായ ദിവസം പല സ്ഥലങ്ങളിൽ നിന്നോട് പ്രത്യേകിച്ച് ഇവിടെ കടന്നു വന്ന നിങ്ങളെ ആശംസിച്ച ആശീർവദിച്ച നിങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിന്റെ മക്കളായി നിങ്ങൾ കടന്നു പോകട്ടെ. എന്റെ കൃപയും സമാധാനവും ഞങ്ങളുടെ മേൽ പ്രകാശിക്കണം. രക്ഷകനായ യേശുവിൻ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കുന്നതായി കർത്താവും രക്ഷിതാവും യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശീർവാദമായി അനുഗ്രഹിച്ചു വഴിനടത്തി പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നാം ഏവരോടും ഇന്നും എപ്പോഴും സദാകാലവും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.